CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. PV അൻവർ MLA സ്വന്തം പാർട്ടിയുടെ MLA മുന്നിലേക്ക് വെച്ച ആരോപണങ്ങളിൽ പാർട്ടിക്ക് മുന്നിൽ പോലും കൊടുത്ത പരാതിയിൽ എന്തെല്ലാം തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ PV അൻവർ കൊടുത്ത പരാതിക്കുമേൽ P ശശിക്കെതിരെ ഒരു നടപടിയും ഇല്ല എന്ന് പറയുകയാണ്. അതിനുള്ള കാരണം ആ പരാതിയിൽ P ശശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. P ശശിക്കെതിരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. അതായത് P ശശിക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട്, പാർട്ടി കവചമുണ്ട്, യാതൊരു തരത്തിലുള്ള പരിശോധനയും നടപടിയും ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ MB ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ്. PV അൻവർ MLA തന്ന പരാതി അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. അതിൽ പരിശോധനയില്ല, അതിൽ P ശശിയുടെ പേര് പരാമർശിക്കുന്നില്ല, യാതൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായുണ്ട്. അതിനു മുൻപ് MB ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോഴും TV-യിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. TV-യിൽ പറയുമ്പോഴും പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയുകയല്ലാതെ കോൺക്രീറ്റായിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്കിപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതെ, അല്ലല്ല, അത് ഞങ്ങൾ പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതാണ് ഞങ്ങളുടെ അടുത്തത്. നിങ്ങൾ എന്തൊക്കെയാ ഉയർന്നു വന്നത്? വഴിവിട്ട് അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത് അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ സംരക്ഷണം ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ, അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പൊളിറ്റിക്കലായിട്ട് ശശിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടേയില്ല. അതുകൊണ്ട് ശശിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ഇപ്പം നമ്മുടെ മുമ്പിൽ യാതൊരു കാര്യവും ഇല്ല. എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, PV അൻവർ MLA മാധ്യമങ്ങൾക്ക് മുന്നിൽ ധൈര്യത്തോടു കൂടി വിളിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ പേര് പാർട്ടിക്ക് മുന്നിൽ കൊടുത്ത പരാതിയിലില്ല. അതുകൊണ്ട് യാതൊരു അന്വേഷണവും വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. മാത്രമല്ല അൻവറിന് വിമർശനവും. പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതെ, തീർച്ചയായിട്ടും. ഏതായാലും ഈ ഘട്ടത്തിൽ P ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ രേഖാമൂലം പാർട്ടി അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്കോ മറ്റ് നടപടികളിലേക്കോ ഒന്നും തന്നെ കടക്കേണ്ടതില്ല എന്നുള്ളതാണ് CPM-ന്റെ ഒരു നിലപാട്. അതോടൊപ്പം തന്നെ ഇത് ഭരണപരമായ അല്ലെങ്കിൽ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് പ്രധാനമായും അൻവർ നൽകിയിരിക്കുന്ന ഈ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഭരണതലത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് എന്നുള്ളതാണ് MB ഗോവിന്ദൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി DGP നിയോഗിച്ചിട്ടുണ്ട്. അതായത് ADGP എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല? ഈ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ള ADGP MR രജികുമാറിനെ മാറ്റി നിർത്തുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഇത്തരത്തിൽ അതിനേക്കാളും മുകളിലുള്ള DGP ആണ് ഇത് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘത്തലവൻ അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ADGP-യുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് DGP സഹായിക്കുക മാത്രമാണ് ജോലി. അതുകൊണ്ട് തന്നെ ഈ MR രജികുമാറിനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് അന്വേഷണം കഴിഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈ ആരോപണങ്ങൾ തെളിയുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയുടേതായിട്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം വേണമെങ്കിൽ അത് അന്നേരം നോക്കാം എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഏതായാലും കടുത്ത ആരോപണങ്ങളാണ് മുന്നണിയെയും അതോടൊപ്പം തന്നെ CPM-നെയും പാർട്ടിയും സർക്കാരിനും എല്ലാം തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചത്. എന്നാൽ അത്തരത്തിൽ പരസ്യമായിട്ടുള്ള അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് ശരിയായില്ല എന്നൊരു നിലപാടും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും CPM-നും ഉണ്ട്. P ശശിക്കെതിരെ അന്വേഷണമില്ല, തൽക്കാലം അക്കാര്യത്തിൽ പാർട്ടി കൈകടത്തുന്നുമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു.